ഹലോ ഗൈസ്, നോക്കട്ടെ എപ്പിച്ചാൽ പുതിയൊരു വീട്ടിലേക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം, അതായത് ഇത് ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുന്നേ ഈ വണ്ടി ഒരു കസ്റ്റം ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, D2 കസ്റ്റംസ്. അവരുടെ വണ്ടി, അവരുടെ ഗിയർ ഓഫിൽ 2 വണ്ടി ഇറങ്ങണം. അതിൻ്റെ ഓണർ, അതായത് D2 കസ്റ്റംസിൻ്റെ ഓണറിൻ്റെ വണ്ടിയും പിന്നെ വേറൊരു ഡ്യൂക്കും വന്നിട്ട്, അപ്പം അതിൻ്റെ കൂടെ ഈ വണ്ടി ഇറങ്ങാൻ വേണ്ടിയിരുന്നതാണല്ലേ. ആശ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ, ഇറങ്ങാൻ വേണ്ടിയിരുന്നതല്ലേ. അപ്പോൾ ആശാന് പെട്ടെന്ന് വണ്ടി വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വണ്ടി അങ്ങനെ എടുത്ത്, അങ്ങനെയാണ് ആശ നേരത്തെ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ 3 വണ്ടി ഒരുമിച്ച് ഇറക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഇത് വീഡിയോ ആയിട്ട് എടുക്കാൻ കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ തുണി പോക്കണ സെറ്റപ്പിന് ആദ്യമായിട്ടാണ് പോണതല്ലേ. അതാണ് കേട്ടോ. ഈ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ടി കൂടെ ഒരുമിച്ച് നമുക്ക് 3 വണ്ടിയായിട്ട് തുണി പൊക്കായിരുന്നു, അതാണ്. അപ്പോൾ എന്തായാലും നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ, ഞായറാഴ്ചയാണെന്ന് നമ്മുടെ പള്ളി, അമരോള പള്ളി ഉണ്ടോ, ഇവിടെ ഒരു വലിയ ചർച്ചയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക, ലാൻഡ് മാർക്ക് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും പോകാൻ വേണം. ആശാൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇനി എന്തായാലും നേരെ ഇനി അങ്ങോട്ട് പോകണം. ഇപ്പം 11 മണി കഴിഞ്ഞ്, നമുക്ക് 12 മണിയാകുമ്പോൾ അവിടെ എത്താനുള്ളതാണ്. നമ്മൾ ഇച്ചിരി കൈ കൊടുത്ത് പോകേണ്ടി വരും. രാവിലെ എണീറ്റപ്പോൾ താമസിച്ചു, പിന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ശരി കഴിഞ്ഞിട്ട് ഞായറാഴ്ചയല്ലേ. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്തായാലും പോകാൻ വേണം കേട്ടോ. ഞാൻ എൻ്റെ 390 ആശാൻ വന്നിട്ട് ഈ ഒരു V2 കൂടെ പോകാൻ വേണം. അപ്പോൾ ഈ വണ്ടി കൂടെ റീലോഞ്ച് ചെയ്യേണ്ട ഇരുന്നേല്ലേ. അപ്പോൾ എന്തായാലും ഈ വണ്ടി കൂടെ എടുത്തുകൊണ്ട് പോകാമെന്ന് ഓർത്ത് വണ്ടി ആശാൻ കഴുകി സെറ്റാക്കി കോച്ചിങ്ങിന്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ, അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും പോകാമല്ലോ, സെറ്റായില്ലേ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ലേ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബൈക്ക് കാണാം. പിന്നെ വണ്ടിയെ കോൺസെൻട്രേറ്റ് വലുതായിട്ടൊന്നും ചെയ്യണില്ല, കാരണം വേറെ 2-3 ചാനലൊക്കെ വരണുണ്ട് ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് അതിനെ വലിയ സംഭവമായിട്ട് ചെയ്യണില്ല. നമ്മൾ തുണി വെക്കുന്ന സെറ്റപ്പിന് ആദ്യമായിട്ട് പോകുന്നത്, അതുകൊണ്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പം CBR 250 ഫസ്റ്റ്, കേരളത്തിൽ ഫസ്റ്റ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബൈക്ക് കാര്യങ്ങൾ നോക്കാം, ഇങ്ങനെയാണ് സെറ്റപ്പ് എന്നൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബൈക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോയിൽ പോകുന്നതിനാണ് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നു. ഓക്കെ, പൈസ കാര്യം എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് പോകാൻ കേട്ടോ. ഒരുപാട് സമയം താമസിപ്പിക്കണില്ല, പോവാം. വണ്ടി എടുത്തോ. ഓക്കെ. ഓ പക്ഷേ ഇവിടെ വെച്ച് രാവിലെ വണ്ടിയൊക്കെ കഴിയട്ടാ. അതിനത് അഴുക്കുണ്ടായിരുന്നോ? കൈയോട് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് കൈയോട് ജസ്റ്റ് ഒന്ന് പോവാം. അടിപൊളി. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ തിരുവനന്തപുരം, അത് കവടിയാർ വരെ ഹെൽമെറ്റ് വേൾഡിൽ വെച്ചാണ് അതിൻ്റെ ഇത് സെറ്റപ്പ് ചെയ്യണം കേട്ടോ. അല്ലാതെ ഇത് പാലോട് ആ ഭാഗത്ത് എവിടെയാണ് അതിൻ്റെ D2 കസ്റ്റംസ് വന്നിട്ട്. ഓക്കെ, പോവാം പൈസ. അപ്പോൾ എന്തായാലും നേരെ നമ്മളിനി അങ്ങോട്ട് പോകാൻ പോകാം കേട്ടോ. അപ്പം പോയിട്ട് അവിടെ നമുക്ക് ബൈക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. നമ്മളെ വിളിച്ചത് ഈ പയ്യനാണ് കേട്ടോ. ഇവൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും വണ്ടി വേറെ 2 വണ്ടികളുണ്ട്. പൈസ അങ്ങനെ വേണ്ട സിറ്റിയിലെത്തി കേട്ടോ. നമ്മൾ ഷോറൂമിൻ്റെ അടുത്തെത്തി. ഇവിടെ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ വിളിച്ച വേറൊരു പയ്യൻ കൂടെ എത്തി. റെഡ് ബോയ് 46 എന്ന് പറഞ്ഞാൽ മറ്റേ ഭാരത് സ്റ്റാൻഡൊക്കെ ചെയ്യണ ഒരു V3യുടെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. V3 ഇതുണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തി. അടിപൊളി. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കാം. ഇവിടെ വെച്ചാണ് കേട്ടോ വണ്ടി തുണി പൊക്കൽ ചടങ്ങ് നടക്കണം. അപ്പോൾ എന്തായാലും അടിപൊളി. കുറേ വണ്ടികളൊക്കെ കളറായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാനും കൂടെയാണ് നമ്മൾ വന്നത്. ഹലോ, ആ വണ്ടിയുടെ ഇതെന്നെ പയ്യൻ. എവിടെ സ്ഥലം? എവിടെ? കരകുളം. അതായത് മറ്റേ പേരൂർക്കടയിൽ നിന്ന്. ഓക്കെ, V3 വീട്ടിൽ ഇരിക്കുന്നു. എന്തായാലും അടിപൊളി. D2 ചെയ്ത വേറെ ഇഷ്ടംപോലെ വണ്ടികളെല്ലാം കൂടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വരാനുണ്ടോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും അടിപൊളി പൈസ. അങ്ങനെ എന്തായാലും വണ്ടിയും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം പൈസ. 2 വണ്ടിയും തുണി പൊക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന കേട്ടോ. ഓക്കെ, CBR ഡ്യൂക്ക് 200. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി പൈസ. ഇതാണ് പയ്യം D2 കസ്റ്റംസ് സെറ്റപ്പൊക്കെ ചെയ്യണമല്ലേ. പേരെന്തോ? അഭിജിത്ത് അല്ലേ? ഓക്കെ, ബ്രോയുടെ വണ്ടിയല്ലേ ഇത്? അതാര്? കസ്റ്റമറുണ്ട്. ഓക്കെ. ഓക്കെ. എന്ത് ഇവിടെ വെച്ച് ചെയ്യണം ഇതിപ്പം? അവിടെ സൗകര്യം കുറവ് അങ്ങനെ.
എളുപ്പമാണ് അങ്ങനെ. അപ്പം എന്തായാലും അടിപൊളി. ഇതിപ്പം ഉടനെ നടക്കുമോ? ഓക്കെ. പിന്നെ ആശാൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അല്ലേ? CBR 250 കേരളത്തിൽ ഫസ്റ്റ് അല്ലേ 250 വന്നിട്ട്? അത് ഇന്ത്യയിലെ ഫസ്റ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും വണ്ടി ഏതൊക്കെ രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്നുണ്ട് നമുക്ക് എന്തായാലും കാണാം. ഒന്ന് ഫസ്റ്റ് ചെയ്താണ്. ഓക്കെ. ഓൺ ഡിസൈൻ ആൻഡ് ഓൺ വർക്കാണ് കേട്ടോ ആശാൻ്റെ D2 കസ്റ്റംസ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പയ്യന്മാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഡേ ഉടനെ നടക്കുമോ തുണി വെക്കല്? 2 പേര്. ഓക്കെ. പൈസ ഇവിടെ നിന്നിട്ട് കുറേ പോസ്റ്റ് കേട്ടോ, കുറേ സമയമായിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കണം. ആരെണ്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെയൊക്കെ പണി ചെയ്ത വണ്ടികൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നോക്കും. നമ്മുടെ വണ്ടി കണ്ടുപിടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ വെയിറ്റർ ഇത് നമ്മളെ വിളിച്ചൊരു പെയിൻ്റ് നമ്മുടെ നിതിൻ്റെ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ കുറേ വണ്ടികൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് 160 ആണോ? 160 അപ്പാച്ചി കേട്ടോ. അപ്പോൾ അത് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ എൻഡിങ് കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് വണ്ടികൾ ചിലപ്പോൾ ഇവിടെ ചെയ്യാത്ത വണ്ടികളാണ്, എനിക്കറിയാൻ പാടില്ല എന്തായാലും ഏതൊക്കെയാണെന്നുള്ളത്. ഒരു 200 RC 200 ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നൈസായിട്ട് ഇരിപ്പുണ്ട് ഒരു വെറൈറ്റി കളറിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ CBR ഇരിക്കണം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടികളെല്ലാം കൂടി ജസ്റ്റ് പോസ്റ്റ് അടിക്കുന്നുണ്ട്. വണ്ടി എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഓർത്ത് കേട്ടോ. അതാണ് CBR ഇത് 150 ആണ്. അടുത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 250 ആണ് കേട്ടോ. തുണി വെക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. പിന്നെ വേറെ 2 CBR ഇരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പയ്യൻ്റെ നമ്മൾ 2 വീഡിയോയ്ക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു നമ്മുടെ V2 കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഒരു എന്തോ നമ്മുടെ V3 ഇരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു 200 ഇരിക്കുന്നത്. ഈ 200 നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം കൂടി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതായത് എൻ്റെ ഒരു മൈൻഡിലോട്ടുള്ള ഒരു വണ്ടി എന്തായാലും സെറ്റായി വരും കേട്ടോ. ആ ബാക്കിലത്തെ ഈ ഒരു ടോപ്പ് ബോക്സിൻ്റെ ഈ ഒരു കാരിയറും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹോൾഡറും കൂടെ ഇളകി മാറ്റി കഴിഞ്ഞാൽ അതായത് എൻ്റെ ഒരു ഐഡിയയിലുള്ള ഒരു വണ്ടി എന്തായാലും വരും കേട്ടോ. നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ. എക്സോസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫുൾ സിസ്റ്റമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതും നൈസായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇനി തുണി വെക്കുന്ന സെറ്റപ്പ് എന്തായാലും തുടങ്ങുമ്പോൾ നമുക്ക് അത് കാണിക്കാം കേട്ടോ. ജസ്റ്റ് പോസ്റ്റായിട്ട് നിന്നുകൊണ്ട് എന്തായാലും എല്ലാ വണ്ടികളൊന്നും കാണിക്കാൻ നോർത്ത്. ഇനി വണ്ടികൾ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് പയ്യന്മാരെ കാണാൻ പറ്റി. പയ്യന്മാർക്കാണ് ഒന്നിനും സംസാരിക്കണമുണ്ട്. എന്തായാലും സന്തോഷം. അടിപൊളി. ഓക്കെ. അങ്ങനെ എന്തായാലും റിവീൽ ചെയ്യാൻ പോകണം കേട്ടോ. ഫുൾ ആൾക്കാർ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നു. എന്താ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നു. ഞാനിവിടെ ഒരു തിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ സെൻട്രിൽ കയറി നിൽക്കാൻ ഒരു വഴിയില്ല. എൻ്റെ മോനെ പൊളി കേട്ടോ. എൻ്റെ DRലൊക്കെ റെഡ് കളറിൽ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ എന്തായാലും കാണിച്ചു തരാം. ഇപ്പം നടക്കുന്നുണ്ട്. തുണി പൊക്കട്ടായി പോകട്ടായി പൊളി. പോയി കൈയടിച്ചോ എൻ്റെ മോനെ. അടിപൊളി കേട്ടോ. വണ്ടി നൈസായിട്ട് ചെയ്ത് വെച്ചിട്ട് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ സീന് CBR എന്നേ അറിയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. വണ്ടി മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും റെഡ് കളർ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളിയാട്ടോ. ഇത് റെഡ് ആൻഡ് സിൽവർ ബ്ലാക്ക് 3 കളർ നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പൈസ അങ്ങനെ വണ്ടി അവിടെ നിന്ന് തുണിവെക്കൽ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പയ്യന്മാർക്ക് പോകണം കേട്ടോ. അമ്മരെന്തോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റാണ്. ബ്രോ ഒന്ന് വണ്ടി മാറ്റുമോ? അപ്പം അതെന്തായാലും അത് സെറ്റ് ചെയ്തിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ട് നമ്മളെന്തായാലും പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് ആദ്യം 200 കേസ് എന്ന് പറയുന്നിട്ട് നമുക്ക് ഇന്ത്യസ് ഓൺലൈൻ ഓൺലി ഫുള്ളി മോഡിഫൈഡ് 250 കുറിച്ച് ബാക്കി സംസാരിക്കാം കേട്ടോ. അത് പയ്യൻ ഓണർ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും സംസാരിക്കാം. ഈ 200 ഓണർ ഇവിടെ ഉണ്ടോ എന്തുകൊണ്ടിരിക്കണം കേട്ടോ പയ്യൻ വന്നിട്ട്. അപ്പം
വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഫ്രണ്ട് അതായത് ഈ പീസുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് ഉണ്ടോ, അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഈ റിമ്മ് മാത്രം, ഫ്രണ്ട് റിമ്മ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് കേട്ടോ. കാര്യം ബാക്ക് നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുന്ന സമയത്തൊക്കെ റിമ്മിലൊക്കെ ഫുള്ള് കച്ചടയാവും കേട്ടോ. പിന്നെ ഈ ഒരു റേഡിയേറ്റർ കാറിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മൊത്തത്തിൽ ചെയ്തിരിക്കണം എൻ്റെ ഒരു ഐഡിയക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് റെഡ് ചെയ്തിട്ട്, റെഡ് കളർ ചെയ്തിട്ട് ആ റെഡിൻ്റെ പുറത്തുകൂടെ സ്റ്റിക്കർ വർക്ക് ചെയ്ത് അതിൻ്റെ പുറത്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റിക്കർ വർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളകിപ്പോയൊന്നുമില്ല, അത്രയും നൈസായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അണ്ടർ ബില്ല് വന്നിട്ട് ഈ ടാങ്കിൻ്റെ സൈഡ് പിന്നെ ഇച്ചിരി ഹെവി ആയിട്ട് തോന്നണത് ഈ ഒരു ടാങ്കിൻ്റെ അടിയിലത്തെ ഈ പീസ് കൂടെ ചെയ്ത് വെക്കുമ്പം അത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിങ്ങനെ വേണമ്പം ഇച്ചിരി കൂടെ നൈസാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ വെയിൽ കൂടെ കണ്ടോ, വെയിൽ ജസ്റ്റ് ഒന്ന് അടിക്കുമ്പം അതിൻ്റെ ഒരു റെഡ് കളറുണ്ടോ, എൻ്റെ മോനെ എറുപ്പ് ഉണ്ടോ, നമുക്ക് റെഡ് ഭയങ്കര ക്രേസാണ് കേട്ടോ. ഓക്കെ, റെഡും ബ്ലാക്കും നൈസ് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റോക്കൊക്കെ തന്നെ. പിന്നെ ബാക്ക് വീലൊക്കെ എടുത്ത് മാറ്റി ബാക്ക് അടിയിലോട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്പർ സെറ്റ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം തുണിവെക്കൽ ചടങ്ങായതുകൊണ്ടൊന്നും ചെയ്യണില്ല. ഇത് പഴയ മോഡൽ ഡ്യൂക്ക് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നൈസാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, എഞ്ചിൻ സൈഡൊക്കെ ഇച്ചിരി ഗോൾഡാക്കി നിർത്തി അടിച്ച്, ചെറിയ ഗോൾഡ്, അതായത് എന്താണ് ഡാർക്ക് ഗോൾഡാണ്, എന്താണ്ട് കളർ കണ്ടോ, അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ വണ്ടി. ബാക്കി എല്ലാം സ്റ്റോക്കാണ് കേട്ടോ. എക്സോസ്റ്റ് ഒന്നും കയറ്റിയിട്ടില്ല, സ്റ്റോക്കായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ 250 വന്നിട്ട്, അപ്പോൾ ആശാനൊന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കാം, ഉടനെ ഒന്ന് വിളിച്ചിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ചോദിക്കാം കേട്ടോ, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പം വണ്ടി കണ്ടാൽ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവില്ല. ബ്രോ ഇതിൽ ചെയ്തിരിക്കണം പ്രത്യേകിച്ച് എന്താണ്? മെയിനായിട്ട് ഫ്രണ്ട് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട്. അത് തന്നെ അത്. അപ്പം പിന്നെ അത് ബ്രോ ഏതിലൊക്കെയാണ് നോക്കിയിട്ട് ഇങ്ങനെ ഐഡിയ, സ്വന്തമായിട്ടുള്ള ഐഡിയ അല്ലേ? ഇതിപ്പോ ഫ്രണ്ട് എന്ന് പറയുന്നത് രണ്ട് വണ്ടിയുടെ ഒരു ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ്. ഒന്ന് പറയുന്നത് നമ്മുടെ അപ്രില്ല V4. ഓക്കെ, ഫുള്ള് അതിന്റെയാണ്. നമ്മുടെ അതും സൈഡും താഴത്തെ ലിപ്പും കാര്യങ്ങളെല്ലാം വരുന്നത് ആ ഒരു വണ്ടിയുടെയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിലിപ്പീൻസിന്റെ CBR 250RR എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട്. രണ്ട് വണ്ടിയുടെ മോഡലാണ് നിങ്ങൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. വരുന്നത് ബാക്കിന് ചെറിയ അത് ചെയ്തിരിക്കുന്ന വെച്ചാൽ നമ്മുടെ CBR തന്നെ 650Rന്റെ ആ ഒരു അതിനെ ഇൻസ്പയർഡ് ആക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ 3 വണ്ടിയെയാണ് ഇതിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ, ഈ ഒരു CBRലോട്ട്. ബ്രോയുടെ സ്വന്തം ഐഡിയയിൽ സ്വന്തമായിട്ട് ചെയ്ത് നൈസാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 4-5 മാസമായിട്ടുള്ള ഒരു പ്രയത്നം, അതാണ് അതിൻ്റെ ഹാർഡ് വർക്കാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ട ബാക്ക് സൈഡൊക്കെ ഉണ്ട്, എൻ്റെ മോനെ ബാക്ക് നൈസാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമ്പർ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ എന്തായാലും സെറ്റാക്കാം. പിന്നെ യൂണിവേഴ്സൽ വീലർ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടയർ സൈസ് എത്രയാണ്? അത് ഡ്യൂക്ക് 200 അല്ലേ? അത് തന്നെ, ഇത് 200 അല്ലേ? ഓക്കെ, നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഫ്രണ്ട് കണ്ട ഈ ഒരു യൂണിവേഴ്സൽ ഗ്ലാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊരു ബ്ലേഡ് ടൈപ്പ് നൈസായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിവർത്തി വെക്കുന്ന രീതിയിലാണ് കേട്ടോ. ഓക്കെ, സിമ്പിൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോർക്കിൻ്റെ ഇത് വന്നിട്ട് യൂസ് ചെയ്യാവണമെന്നുള്ള രീതിയിലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കാണുമ്പം ആ ഒരു ഫീൽ വന്നു കേട്ടോ, അടിപൊളിയായിട്ട്. അത് ആ വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തായാലും പൊളി. പിന്നെ കാർബൺ ഫിനിഷ് പോലെ തോന്നുന്ന രീതിയിൽ ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ടാങ്കിൻ്റെയും ഈ ഒരു ഭാഗം വന്നിട്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ വണ്ടി നോക്കുകയാണെങ്കിൽ വേറെ ലെവലിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളി കേട്ടോ. ബ്രോ ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ? സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ? DB വരുന്ന ആക്രോയുടെ ഒരു എക്സോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഫുൾ സിസ്റ്റം ആയിട്ട് തന്നെ. ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് സാധനം എന്തായാലും എഴുത്ത് മാറ്റുമെന്നാണ് പറയണത്. ഓക്കെ. ജസ്റ്റ് ഒന്ന് സൗണ്ട് ജസ്റ്റ് ഒന്ന് റബ് ചെയ്യാം ബ്രോ. DB വെച്ചിട്ടുള്ളതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ സൗണ്ട് നമുക്ക് ഹെവി ആയിട്ട് കേൾക്കാൻ പറ്റും. DB വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഇച്ചിരി കൂടെ കുറവായിരിക്കും, അതാണ് സെറ്റപ്പ്. ഇനി എന്തായാലും ഒരുപാടൊന്നും പറയാനില്ല, എന്തായാലും നൈസായിട്ട് വണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും അടിപൊളി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമാതിരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ, ഡ്യൂക്ക് 200ൻ്റെ മഡ് ഗാർഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് കുറച്ചൊരു വെറൈറ്റി ലുക്കായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ മോനെ ഫ്രണ്ടൊക്കെ നോക്കിയാണ് എൻ്റെ മോനെ സീനാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എന്തായാലും നമുക്ക് തിരിച്ചങ്ങോട്ട് പോകണ വഴിക്ക് ബാക്കി പറഞ്ഞ് വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാം കേട്ടോ. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഓക്കെ പോയി പൈസ എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് പോകാൻ പോകണം കേട്ടോ.
അപ്പോൾ എന്തായാലും അടിപൊളി. നമുക്ക് എന്തായാലും ബാക്കി അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാം. ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യണതാണ്. ഇതിൻ്റെ D2 കസ്റ്റംസ് വന്നിട്ട് പാലോടാണ് കേട്ടോ, ട്രിവാൻഡ്രം പാലോട്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് തിരിക്കാം. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വിശന്ന് വയറ് കരയാണ്. പോവാം. അപ്പോൾ എന്തായാലും നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, നേരെ ഇനി വീട്ടിലോട്ടാണ്. അപ്പം ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. പയ്യന്മാരൊക്കെ കുറേ പേര് നമ്മൾ അറിയാമെന്നുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ വീട്ടിൽ കൂടെ കൊണ്ടുവന്നപ്പം ഈ വണ്ടിയുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. നമ്മളിങ്ങനെ അതായത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർക്കും ഭയങ്കര സന്തോഷം, നമുക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും അടിപൊളി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നതും പോയതും എല്ലാം യൂട്യൂബാണ്. ഒരുപാട് സപ്പോർട്ടുണ്ട്, ഒരുപാട് സന്തോഷം. വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വണ്ടി ഓടിച്ച് കാണിക്കാത്ത അവരെന്താണ്ട് ഷൂട്ടിനും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിരിക്കുന്നു. അപ്പം അതിനിടയിൽ വീണ്ടും ചോദിച്ചാൽ വണ്ടി തരും, പിന്നെ ചോദിക്കണ്ടെന്ന് കാര്യം നമ്മളങ്ങ് എന്തായാലും ഓടിക്കണമെന്ന് എന്തായാലും കാണിച്ചില്ല. നമുക്ക് എന്തായാലും പിന്നെ എന്തായാലും സെറ്റാക്കാം. ഓക്കെ, അങ്ങനെ. പേരെന്തോ? ശരത്ത്. ഇതിൽ തന്നെ ഇപ്പോൾ സ്വിഗ്ഗി തന്നെ. ഓക്കെ, അടിപൊളി. ഞാൻ ഇവിടെ നമുക്കൊരു വണ്ടിയുടെ റീലോഞ്ച് ഉണ്ടായിരുന്നു, അതാണ്. അല്ല, ഇതല്ല, ഇത് അതിന് മുന്നേ ചെയ്തത്. ഇപ്പം ഇന്നുണ്ടായിരുന്നു ഒരെണ്ണം. അങ്ങനെ അങ്ങോട്ട് പോയ. ശരി എന്നാ, പോട്ടാ. കണ്ടതിൽ സന്തോഷം. ഓ ഓക്കെ, ശരി എന്നാ, പോട്ടാ. ഓക്കെ, പോട്ടാ. ഓക്കെ, മാറിക്കോ പൈസ. അപ്പോൾ ഇതേമാതിരി പയ്യന്മാരൊക്കെ അവൻ കൊണ്ട് കണ്ടിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. പയ്യന്മാരൊക്കെ ഇതേമാതിരി നമ്മളെ കണ്ട് സംസാരിക്കുമ്പം ഒരു സന്തോഷം. പൈസ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ കേട്ടോ, ഇനി ഒരുപാടൊന്നും സംസാരിക്കണില്ല. നമ്മുടെ ഈ ഒരു D2 കസ്റ്റംസിൻ്റെ അവരുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ചോട്ടോ. ട്രിവാൻഡ്രത്താണ് സ്ഥലം വന്നിട്ട്. അപ്പം വേറൊന്നും പറയില്ല. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കിടന്നിരിക്കും. ബൈ.